പക്ഷേ റിയാസ് ഇവിടെ പെട്ടിരിക്കാൻ പോകുന്ന ഒരു പണി നിനക്ക് വന്നിട്ടുണ്ട്. അത് നിനക്കെതിരെയുള്ള ഒരു കേസാണ്. ആദ്യം നീ അത് പോയി സോൾവ് ചെയ്യും. അത് ഉടനെ കാണാൻ സോൾവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോൾവ് പറ്റിപ്പോയി സാർ, പറ്റിപ്പോയി. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ, പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ, അനുഭവിക്കാൻ പറ്റുമെന്ന്. കാരണം ഇവന്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആക്ടിവിറ്റി കണ്ടിട്ട് ഒരു സ്ത്രീ ഇവനെതിരെ കൊണ്ട് ആദ്യം സൈബർ സെല്ലിൽ കേസ് കൊടുത്തു. ഇതാണ് അതിന്റെ ഒരു കേസിന്റെ ഡീറ്റെയിൽസ്. അതിനുശേഷം അത് പോരാന്ന് അവർക്ക് തോന്നിയപ്പം അവര് ഡയറക്റ്റ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ഇമെയിൽ അയച്ചു. നിന്റെ പണി ഞാൻ തരുന്നുണ്ട്. വളരെ നന്നായി സാർ. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിന്റെ ലിങ്ക് അടക്കം നീ അതിനകത്തിട്ട സ്ക്രീൻഷോട്ട് അടക്കം വെച്ചിട്ടാണ് അവർ ആ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. എന്റെ കണ്ടന്റ് ഞാൻ വായിക്കണം വേണമെങ്കിൽ നീ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്ന് വായിച്ചേക്കാം. നീ കണ്ടില്ലെങ്കിൽ ഇതിനിടെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ദി ഇൻഡിവിജ്വൽ ഹാസ് പോസ്റ്റ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് അബൌട്ട് ഓപ്പറേഷൻ സിന്ദൂർ ദാറ്റ് സ്പ്രെഡ് അൺവെരിഫൈഡ് false and highly inflammatory information. Despite be warned, he continued to make hostile remarks including calling Indians rotten-minded and threatening that ഒരു സാധനം will be come to everyone who support war എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൃത്യമായി സാധനം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നിനക്കെതിരെ സാധനം ഫയൽ ചെയ്തേക്കുന്നത്. ബോഡി നാട്ടിലെത്തിച്ചേക്കും. അതിന്റെ കോൺസിക്വൻസ് എന്താണെങ്കിലും മോൻ ഉടനെ അറിയും. ഈ ഒരു കാര്യത്തിൽ ഇന്ത്യ ഏതെങ്കിലും ഒരു ചെറിയ ഒരുത്തം വന്നിട്ട് ഈ ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടപടി എടുക്കും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മാത്യു സാമുവൽ എന്ന് പറയുന്ന അവന്റെ യൂട്യൂബ് അക്കൗണ്ട് അടിച്ചു കളഞ്ഞത്. ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു ഭാരം വന്നിട്ട് നമ്മുടെ ഫൈറ്റർ ജെറ്റ് അവന്മാർ അടിച്ചിട്ടെന്നുള്ള ഫേക്ക് ന്യൂസ് അവൻ വന്ന് വെരിഫൈ ചെയ്യുന്ന പോലെയാണ് അവൻ കൊടുത്തേക്കുന്നത്. നിനക്ക് ഉടനെ കിട്ടും, നീ പേടിക്കണ്ട, നീ അവിടെ ഇരിക്കും. കാര്യം അത്രയും എഫിഷ്യന്റ് ആയിട്ട് ഇന്ത്യ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 8,000 പുറത്ത് എക്സ് ഹാൻഡിൽസ് ആണ് ഇന്ത്യ റിമൂവ് ചെയ്തേക്കുന്നത്. അപ്പം അത്രയും കണ്ണിങ് ആയിട്ടാണ് നമ്മൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിന്നെ പോലുള്ള പുഴുക്കുത്തുകളെ വെച്ചോണ്ടിരിക്കത്തില്ല. എന്താണെങ്കിലും മോനുള്ള പണി പുറകെ വരുന്നുണ്ട്. പണി വരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ മേടിച്ച് വെച്ചോ. കേട്ടല്ലോ, നിന്റെ ചൊറിച്ചിലിനുള്ള മരുന്നുമായിട്ട് ഇപ്പൊ ആൾക്കാർ വരും. മേടിച്ച് എവിടാന്ന് വെച്ചാ ചൊറിയുന്നെന്ന് വെച്ചാ അവിടെ. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.